ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലോകത്തിലെ വസ്തുക്കളിൽ ആനന്ദം തേടുന്നത് അർത്ഥശൂന്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉദാഹരണത്തിന്, ഭക്ഷണം കഴിച്ച് വിശപ്പ് ശമിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം കുറച്ച് നേരത്തേക്ക് മാത്രമാണ്. അധിക നേരം കഴിയും മുമ്പ് വിശപ്പ് വീണ്ടും നമ്മെ ബാധിക്കുന്നു. ഭക്ഷണം എത്ര സ്വാദിഷ്ടവും മധുരതരവുമാണെങ്കിലും അളവിൽ കൂടുതൽ കഴിച്ചാൽ ഓക്കാനം വരും. അമൃത് പോലും തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മിൽ മടുപ്പുളവാക്കും. എന്നാൽ ബ്രഹ്മാനന്ദം അഥവാ പരമമായ ദിവ്യ ആനന്ദം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം അത് സഹജമായിട്ടുള്ളതാണ്. ഒരുവൻ്റെ ഉറവിടവും നിലനിൽപ്പും അതാണ്. മനുഷ്യൻ പരിശ്രമിക്കേണ്ടത് ഘട്ടം ഘട്ടമായുള്ള ആധ്യാത്മിക പുരോഗതിയിലൂടെ ഈ ആനന്ദം നേടുക എന്നുള്ളതാണ്. ഒരു മത്സ്യത്തിന് സ്വർണവും രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച പാത്രമാണെങ്കിൽ പോലും അതിൽ ജലമില്ലെങ്കിൽ ജീവിക്കുക അസാധ്യമാണ്. കാരണം മത്സ്യത്തിൻ്റെ സ്വാഭാവികമായ ആവാസഗൃഹവും യഥാർത്ഥ ഉറവിടവും ജീവസന്ധാരണവും ജലമാണ്. ജലമില്ലാത്ത പാത്രത്തിൽ അതെത്ര സുന്ദരമായാലും മത്സ്യത്തിന് ആനന്ദം ലഭിക്കില്ല. മനുഷ്യനും ഭൗതികതയിൽ എത്ര അലഞ്ഞു നടന്നാലും ശാശ്വതമായ സുഖവും ശാന്തിയും ലഭിക്കുവാൻ, ആനന്ദം ലഭിക്കുവാൻ തൻ്റെ പ്രഥമ ഗ്രഹത്തിലേക്ക്, ആത്മനിലേക്ക് എത്തിച്ചേരണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.